ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ കാറ്റഗറി നമ്പർ 80/2022 +2 പ്രിലിംസ് ചോദ്യപേപ്പറിന്റെ 25 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. ബാക്കി 25 ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ നോക്കാം. 26ാമത്തെ ചോദ്യം, കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ സി, ചുണ്ടേൽ. ചുണ്ടേൽ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ബാക്കി ഓപ്ഷൻസുകൾ നമുക്കൊന്ന് നോക്കാം. ആനക്കയം. ആനക്കയം കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ്. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ് ആനക്കയം, മലപ്പുറം ജില്ലയിലാണ്. മടക്കത്തറ. മടക്കത്തറ കേന്ദ്ര കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ് മടക്കത്തറ. കേന്ദ്ര കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണ് മടക്കത്തറ, തൃശ്ശൂരിലാണ്. അമ്പലവയൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ് അമ്പലവയൽ. അമ്പലവയൽ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. 27ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്ത്? മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര്? എറിത്രോപോയറ്റിൻ. ആൻസർ ഓപ്ഷൻ ബി, എറിത്രോപോയറ്റിൻ. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്ക. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്ക. വൃക്കയുടെ ഉൾഭാഗം അറിയപ്പെടുന്നത് മെഡുല എന്നും പുറം ഭാഗം അറിയപ്പെടുന്നത് കോർട്ടെക്സ് എന്നുമാണ്. വൃക്കയുടെ ഉൾഭാഗം മെഡുല, പുറം ഭാഗം കോർട്ടെക്സ്. അതുപോലെ വൃക്കയുടെ മുകളിൽ കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ബോമാൻസ് ക്യാപ്സൂൾ. വൃക്കയുടെ മുകളിൽ കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ബോമാൻസ് ക്യാപ്സൂൾ. വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം റീനൽ കോളിക് എന്നാണ് അറിയപ്പെടുന്നത്. വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം റീനൽ കോളിക് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ വൃക്കയിലെ കല്ല് കാൽസ്യം ഓക്സലേറ്റ് ആണ്. വൃക്കയിലെ കല്ല് കാൽസ്യം ഓക്സലേറ്റ് ആണ്. 28ാമത്തെ ചോദ്യം നോക്കാം. മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്ത്? മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ഡി, സ്നേഹപൂർവം. സ്നേഹപൂർവം പദ്ധതിയാണത്. ആശ്വാസകിരണം പദ്ധതി എന്താണ്? കിടപ്പു രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. കിടപ്പു രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. പ്രത്യാശയോ? പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടികൾക്കായിട്ടുള്ള വിവാഹ ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ. പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടികൾക്കായിട്ടുള്ള വിവാഹ ധനസഹായ പദ്ധതിയാണ് പ്രത്യാശ. സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത് എൻഡോസൾഫാൻ മൂലം കിടപ്പിലായവർക്കോ മറ്റു വൈകല്യം സംഭവിച്ചവർക്കോ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. എന്താണ്? എൻഡോസൾഫാൻ മൂലം കിടപ്പിലായവർക്കോ മറ്റു വൈകല്യം സംഭവിച്ചവർക്കോ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം? താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം സാർസ്. സാർസ് ഒരു വൈറസ് രോഗമാണ്. 30ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഒരു ഭൂമി മാത്രം. ആൻസർ ഓപ്ഷൻ ബി, ഒരു ഭൂമി മാത്രം. അങ്ങനെയാണെങ്കിൽ 2023 തീം എന്താണ്? അത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ്. 2023 തീം എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക. 2023 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി ഐവറി കോസ്റ്റ് ആയിരുന്നു. 2023 പരിസ്ഥിതി ദിനത്തിന്റെ വേദി എന്ന് പറയുന്നത് ഐവറി കോസ്റ്റ് ആയിരുന്നു. 2024 വേദി സൗദി അറേബ്യയാണ്. 2024 വേദി എവിടെയാണ്? സൗദി അറേബ്യ. 2024 പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി 373 കെൽവിൻ. എങ്ങനെ ഇത് 373 കെൽവിൻ എന്ന് കിട്ടുന്നത്? നമുക്ക് ആദ്യം 212 ഡിഗ്രി ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാം. അതിനായിട്ട് 212 ഡിഗ്രി ഫാരൻഹീറ്റിൽ നിന്ന് 32 കുറയ്ക്കണം. സെൽഷ്യസിലേക്ക് മാറ്റാൻ ഫാരൻഹീറ്റിൽ നിന്ന് 32 കുറയ്ക്കണം. കിട്ടുന്നതിനെ 5/9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ ഇവിടെ 212 നിന്ന് 32 കുറച്ചാൽ 180 എന്ന് കിട്ടും. ആ 180നെ 5/9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പൊ ഇപ്പൊ കിട്ടിയത് ഡിഗ്രി സെൽഷ്യസിലാണ്. അതിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റണം. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ ഈ സെൽഷ്യസിനോടൊപ്പം 273 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടിയത് 100 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. 100നോട് കൂടി 273 കൂട്ടുമ്പോൾ 373 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ടല്ല പ്രവൃത്തി ചെയ്യുന്നത്, നിരപ്പായ തറയിലൂടെയാണ് വലിച്ചു നീക്കുന്നത്. അപ്പോ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി 0 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി 0. ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഇക്വേഷൻ വർക്ക് സമം mgh എന്നുള്ളതാണ്. മാസ് g h, m മാസ്, g ഭൂഗുരുത്വ ത്വരണം, h ഉയരം. ഇവിടെ ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ട് പ്രവൃത്തി ചെയ്യുന്നില്ല, നിരപ്പായ തറയിലൂടെയാണ് വലിച്ചു നീക്കുന്നത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി 0. 33ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 34ാമത്തെ ചോദ്യം നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ്? ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഫ്യൂവൽ സെൽ. ആൻസർ ഓപ്ഷൻ ബി ഫ്യൂവൽ സെൽ. നമുക്ക് ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. ഗാൽവനിക് സെല്ലാണ് അടുത്തത്. എന്താണ് ഗാൽവനിക് സെല്ല്? റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജത്തെ വൈദ്യുതോർജമാക്കുന്ന ഒരു ക്രമീകരണമാണ് ഗാൽവനിക് സെല്ല്. റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജമാക്കുന്ന ഒരു ക്രമീകരണം, അതാണ് ഗാൽവനിക് സെല്ല്. ഈ ഗാൽവനിക് സെല്ലിന്റെ തന്നെ മറ്റൊരു പേരാണ് വോൾട്ടൈക് സെൽ എന്നുള്ളത്. ഗാൽവനിക് സെല്ലിന്റെ മറ്റൊരു പേരാണ് വോൾട്ടൈക് സെല്ല്. ഇനിയുള്ളത് വൈദ്യുത രാസ സെല്ലാണ്. വൈദ്യുത വിശ്ലേഷണം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് വൈദ്യുത രാസ സെല്ല്. വൈദ്യുത വിശ്ലേഷണം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് വൈദ്യുത രാസ സെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏത്? ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ത്? മാസ്. അപ്പോ മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ കിലോഗ്രാം. എന്നിട്ട് പറയാം, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ത്? മാസ്. അപ്പോ മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് കിലോഗ്രാം. അടുത്തത് 36ാമത്തെ ചോദ്യം. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം. സെക്കൻഡറി മെമ്മറിക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ഉദാഹരണം ഹാർഡ് ഡിസ്ക് ആണ്. ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക് സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. 1 വിൻഡോസ്, 2 ലിനക്സ്, 3 എക്സൽ, 4 ജിംബ്. എക്സലും ജിംബും ആണ് ഇവിടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ 3ഉം 4ഉം. ഓപ്ഷൻ സി എക്സൽ, ജിംബു ആണ് ഇവിടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. 38ാമത്തെ ചോദ്യം. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ
ബാൻഡ് വിഡ്ത്ത് എന്നാണ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി, ബാൻഡ് വിഡ്ത്ത്. 39ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത്? താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത്? ഇവിടെ ഗൂഗിൾ ആണ് സെർച്ച് എഞ്ചിൻ ആയിട്ടുള്ളത്. ഓപ്ഷൻ എ, ഗൂഗിൾ ആണ് സെർച്ച് എഞ്ചിൻ. 40ാമത്തത്, ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്. ആൻസർ ഓപ്ഷൻ സി, IT ആക്ട് 66C. IT ആക്ട് 66C പ്രകാരമാണ് ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1, 1981 സ്ഥാപിതമായി. 2, 1979 സ്ഥാപിതമായി. 3, പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം P. നരേന്ദ്രനാഥിന്റെ കുഞ്ഞിക്കൂനനാണ്. 4, കേരളത്തിലെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ശരിയായിട്ടുള്ളത് 1ാമത്തെയും 4ാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻസർ ഓപ്ഷൻ എ, 1, 4 എന്നിവ മാത്രം. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് 1981 ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കും. ഇതിന്റെ ചെയർമാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കും. ഈ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണമാണ് തളിർ. പ്രസിദ്ധീകരണം തളിർ. ഇതിന്റെ ആപ്തവാക്യം വായിച്ചു വളരുക. ആപ്തവാക്യം എന്താണ്? വായിച്ചു വളരുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1, 1940 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. 2, 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. 3, 2022 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ നടക്കും. 4, 1942 കോമൺവെൽത്ത് എന്ന് ഔദ്യോഗികമായി അറിയപ്പെട്ട ഗെയിംസ് നടന്നത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരമാണ് ചോദിച്ചേക്കുന്നത്. 2ാമത്തെയും 3ാമത്തെയും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻസർ ഓപ്ഷൻ ബി, 2, 3 എന്നിവ മാത്രം. 2010 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. 2022 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് നടന്നത്. ഇത് രണ്ടും ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ്. നമുക്ക് കോമൺവെൽത്തിനെ കുറിച്ചൊന്ന് നോക്കാം. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? അത് ആഷ്ലി കൂപ്പർ ആണ്. ആരാണ്? ആഷ്ലി കൂപ്പർ ആണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ്. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് 1930 അതിന്റെ വേദി കാനഡയിലെ ഹാമിൽട്ടൺ ആയിരുന്നു. 1930 കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചിട്ടാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിട്ടുള്ള ആദ്യ ഏഷ്യൻ നഗരം ഏതാ? കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിട്ടുള്ള ആദ്യ ഏഷ്യൻ നഗരം അത് കോലാലംപൂർ. മലേഷ്യയിലെ കോലാലംപൂരാണ് ആദ്യ ഏഷ്യൻ നഗരം. 1998 കോലാലംപൂരിൽ വെച്ച് നടക്കുന്നത്. രണ്ടാമത്തെ ഏഷ്യൻ നഗരം ഏതാ? അത് 2010 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ന്യൂഡൽഹിയാണ് രണ്ടാമത്തെ ഏഷ്യൻ നഗരം. കോമൺവെൽത്ത് ഗെയിംസ് നടന്ന രണ്ടാമത്തെ ഏഷ്യൻ നഗരം ന്യൂഡൽഹി 2010 നടക്കുന്നത്. ഇന്ത്യ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത് 1934 ലണ്ടനിൽ വെച്ച് നടന്നപ്പോൾ. 1934 ലണ്ടനിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിലാണ് ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് റഷീദ് അൻവർ. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് റഷീദ് അൻവർ. 34 തന്നെയാണ് അദ്ദേഹം മെഡൽ നേടുന്നത്. റെസ്ലിംഗിലാണ് മെഡൽ നേടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. 1 പടയണി, 2 തെയ്യം, 3 മുടിയേറ്റ്, 4 കൂടിയാട്ടം. അത് എ പട്ടികയാണ്. ബി പട്ടിക നോക്കാം. 5 കാളിദാരിക പുരാവൃത്തം, 6 സംസ്കൃത നാടകം, 7 തപ്പ്, 8 തോറ്റം പാട്ടുകൾ. ഇവിടെ പടയണി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
തപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പടയണിയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമാണ് തപ്പ്. അടുത്തത് തെയ്യം. തെയ്യം എന്ന് പറയുന്നത് തോറ്റം പാട്ടുകളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തെയ്യത്തിന്റെ പ്രാഥമിക ചടങ്ങാണ് തോറ്റം. അടുത്ത മുടിയേറ്റാണ്. മുടിയേറ്റ് കാളിദാരിക പുരാവൃത്തമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 4 കൂടിയാട്ടം. കൂടിയാട്ടം എന്തുമായിട്ടാ? സംസ്കൃത നാടകം. അപ്പൊ 1, 7, 2, 8, 3, 5, 4, 6. ആൻസർ ഓപ്ഷൻ ഡി. പടയണി ബന്ധപ്പെട്ടിരിക്കുന്നത് തപ്പ്, തെയ്യം, തോറ്റം പാട്ടുകള്, മുടിയേറ്റ്, കാളിദാരിക പുരാവൃത്തം, കൂടിയാട്ടം, സംസ്കൃത നാടകം. 44-ാമത്തെ ചോദ്യം. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. 2. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ മലയാള ചിത്രമാണ് ചെമ്മീൻ. 3. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ തോപ്പിൽ ഫാസിയാണ്. 4. ഭാർഗവി നിലയം എന്ന സിനിമക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചം. അപ്പോൾ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 1-ാമത്തെയും 4-ാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം മാർത്താണ്ഡവർമ്മ എന്നുള്ളത് ശരിയാണ്. ഭാർഗവി നിലയം എന്ന സിനിമക്ക് ആധാരമായ കഥ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീല വെളിച്ചം, അതും ശരിയാണ്. മലയാളത്തിലെ ആദ്യ സിനിമ ഏതാ? അത് വിഗതകുമാരൻ. JC ഡാനിയൽ 1928 സംവിധാനം ചെയ്ത സിനിമയാണ് വിഗതകുമാരൻ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ JC ഡാനിയലാണ്. മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. അതുപോലെ മലയാളത്തിലെ ആദ്യ ചരിത്ര സിനിമ എന്ന് ചോദിച്ചാലും ഉത്തരം മാർത്താണ്ഡവർമ്മയാണ്. മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രമെന്നും മലയാളത്തിലെ ആദ്യ ചരിത്ര സിനിമയെന്നും ചോദിച്ചാൽ ഉത്തരം മാർത്താണ്ഡവർമ്മ. 1933 PV റാവു ആണ് മാർത്താണ്ഡവർമ്മ സംവിധാനം ചെയ്യുന്നത്. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ചിത്രം ഏതാ? അത് നീലക്കുയിലാണ്. ചെമ്മീൻ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലാണ് നേടുന്നത്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാ രൂപീകരിക്കുന്നത്? 1975. അതിന്റെ ആദ്യത്തെ ചെയർമാൻ PRS പിള്ളയായിരുന്നു. ആരാണ്? PRS പിള്ള. നിലവില് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ആരാ? അത് ഷാജി N കരുൺ. നിലവില് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനാണ് ഷാജി N കരുൺ. 45-ാമത്തെ ചോദ്യം. ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ടവ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ടവ പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1 സ്തോത്രകൃതികൾ, 2 കാൽപ്പനികത, 3 പിങ്കള, 4 ഖണ്ഡകാവ്യങ്ങൾ. ശരിയായിട്ടുള്ളത് 1, 2, 4. സ്തോത്രകൃതികൾ, കാൽപ്പനികത, ഖണ്ഡകാവ്യം. ആൻസർ ഓപ്ഷൻ സി. 1, 2, 4 എന്നിവയാണ് ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 46-ാമത്തെ ചോദ്യം. 2026 ശീതകാല ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാം? 2026 ശീതകാല ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ മിലാനും കോർട്ടിന ഡി ആംബസോയുമാണ്. ഇവിടെ 1, 4. ഓപ്ഷൻ ബി മിലാനും കോർട്ടിന ഡി ആംബസോയുമാണ് 2026 ശീതകാല ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ. 2022 ശീതകാല ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചിട്ടാ? അത് ചൈനയിലെ ബെയ്ജിങ്ങിൽ വെച്ചിട്ടാണ്. ചൈനയിലെ ബെയ്ജിങ്ങിൽ വെച്ചിട്ടാണ് 2022 ശീതകാല ഒളിമ്പിക്സ് നടന്നത്. 2022 ശീതകാല ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ചിഹ്നമായിരുന്നു പാണ്ട. 2022 ശീതകാല ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ താരം ആരാണ്? ആരിഫ് ഖാൻ. 2022 ശീതകാല ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ താരമാണ് ആരിഫ് ഖാൻ. 2022 ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം നോർവേ ആയിരുന്നു. 2022 ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം നോർവേ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. എ പട്ടിക നോക്കാം. 1 സലിമ മുഗൻ സൻഗ, 2 ശാന്തിശ്രീ ധൂലിപ്പുടി പണ്ഡിറ്റ്, 3 അസിമ ചാറ്റർജി, 4 മീരാഭായ് ചാനു. ബി പട്ടിക.
5 JNU വൈസ് ചാൻസലർ, 6 വനിതാ ഫുട്ബോൾ റഫറി, 7 ഒളിമ്പിക്സ് മെഡൽ, 8 വനിതാ ശാസ്ത്രജ്ഞ. ഇതില് സലിമ മുഗൻ സൻഗ വനിതാ ഫുട്ബോൾ റഫറിയാണ്. വനിതാ ഫുട്ബോൾ റഫറി. ശാന്തിശ്രീ ധൂലിപ്പടി പണ്ഡിറ്റ് JNU വൈസ് ചാൻസലർ ആണ്. അസിമ ചാറ്റർജിയോ വനിതാ ശാസ്ത്രജ്ഞയാണ്. മീരാഭായ് ചാനു ഒളിമ്പിക് മെഡൽ ജേതാവാണ്. അപ്പൊ ആൻസർ 1, 6, 2, 5, 3, 8, 4, 7. ആൻസർ ഓപ്ഷൻ എ. 48ാമത്തെ ചോദ്യം നോക്കാം. 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. 1 ഗ്ലാസ്ഗോ, 2 റിംഗ് വാൻഡറിംഗ്, 3 COP26, 4 കൊബിത. 21 കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസ് COP26 എന്നാണ് അറിയപ്പെടുന്നത്. ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ് നടന്നത്. 1, 3 ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി. 2022 വേദി എവിടെയായിരുന്നു? ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിലായിരുന്നു. 2022 വേദിയാണ് ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖ്. അത് COP27 എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2023 വേദി ദുബായ്. 2023 വേദി ഏതാണ്? ദുബായ്. അത് COP28 എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത് നോക്കാം. 49ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി. ഇന്ത്യയുടെ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെയാണ്. ഓപ്ഷൻ ബി 2 ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. കരസേനാ മേധാവിയാണ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. അപ്പൊ വ്യോമസേനാ മേധാവിയോ? വ്യോമസേനാ മേധാവി വിവേക് റാം ചൗധരി. വ്യോമസേനാ മേധാവി ആരാണ്? വിവേക് റാം ചൗധരി. നാവികസേനയുടെയോ? നാവികസേനയുടെ മേധാവിയാണ് ആർ ഹരികുമാർ. ആർ ഹരികുമാർ മലയാളിയാണ്. അദ്ദേഹമാണ് നാവികസേനാ മേധാവി. നിലവിലെ സംയുക്ത സൈനിക മേധാവി ആരാ? അനിൽ ചൗഹാൻ. നിലവിലെ സംയുക്ത സൈനിക മേധാവിയാണ് അനിൽ ചൗഹാൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കി ദാളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കി ദാളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. 1 ഗോരട്ടി വെങ്കണ്ണ, 2 സഞ്ജീവ് വെരങ്കർ, 3 കവിത, 4 നാടകം. ഇത് വല്ലങ്കി ദാളം എന്നത് ഗോരട്ടി വെങ്കണ്ണയുടെ കവിതയാണ്. അപ്പം 1, 3. ആൻസർ ഓപ്ഷൻ എ. ഗോരട്ടി വെങ്കണ്ണ കവിത. ഗോരട്ടി വെങ്കണ്ണയുടെ കവിതയാണ് വല്ലങ്കി ദാളം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പൊ 50 ക്വസ്റ്റ്യൻസും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് LDC പരീക്ഷയ്ക്കാണ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം പഠിക്കുക, നല്ലവണ്ണം പഠിക്കുക. വരുന്ന LDC പരീക്ഷ ക്രാക്ക് ചെയ്യുക എല്ലാവരും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ഓക്കെ, താങ്ക് യു.